എടാ അതാ ആന്റി കൊണ്ട് തന്നതാ മറ്റേ പച്ചമരുന്നൊക്കെ കലക്കിയത്. ഉപ്പില്ല എന്ത് ഇത് എഴുതാ പഞ്ചാര എന്തോ എടാ ഇത് അമ്മായി അവിടുന്ന് ചെയ്യിപ്പിച്ച് കൊണ്ടുവരാൻ പറഞ്ഞതാണ് മറ്റേ പ്രസവ സുരക്ഷയ്ക്ക് വേണ്ടിട്ട്. ഇത് മൊത്തം ഞാൻ കഴിക്കണം. അപ്പച്ചിക്ക് വേണ്ട അപ്പച്ചി കഴിക്കണ്ട അപ്പച്ചി. ഓ ഇത് കഴിച്ചാ പറ്റുള്ളടാ, കഴിക്കാതിരിക്കാൻ സമ്മതിക്കുന്നില്ല പുള്ളിക്കാരി. നീ എന്നാ അവരാരും കാണാ, നീ കൊണ്ടു കള. അങ്ങനെ കളയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കളഞ്ഞാലും കാര്യമൊന്നും ഇല്ല. ഒരു ലോഡ് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്, ഇതിനകത്ത് കുറച്ച് തൈരും കുറച്ച് ചമ്മന്തി വിട്ട് കുഴച്ച് അവർ വായിക്കാത്ത വെച്ച് വിട്, ഒരു തിന്നട്ടെ. ചുമ്മാ ഇല്ലടാ, ഇത് അച്ഛമ്മയും കൂടെ സപ്പോർട്ടാ. അച്ഛമ്മയും പറഞ്ഞു ഇത് മൊത്തം കഴിക്കണമെന്ന്. എന്നാ പിന്നെ അച്ഛമ്മ എടുത്ത് തിന്നാൻ പറ. ചിറ്റപ്പൻ എന്ത് പറയുന്നത്, തേങ്ങാപ്പട്ടണ സ്പെഷ്യൽ ആയിട്ട് കൊണ്ടുവന്നതാണ്. തേങ്ങാപ്പട്ടണം എടി ഇത് തിന്നാനെന്ന് നിന്നെ കൊണ്ട് തിന്നാനെന്ന് പറ്റത്തില്ല. വെച്ചാൽ ഇത് കൊണ്ട് കള, എവിടെയെങ്കിലും കൊണ്ട് കള. ഞാനേ കഷ്ടപ്പെട്ട് കഴിക്കുന്നത്, നീ എന്റെ ഇടയ്ക്ക് ഡാർക്ക് അടിക്കുന്നത് എന്തിനാ? എന്ത് ഡാർക്ക് അടിച്ചെന്ന് ഇടി, അവർക്ക് ഭ്രാന്താണ് വെറുതെ. ഒരു അന്ന് കയറിയപ്പോ എനിക്ക് ചെറുക്ക. ഒന്നാമത് നാത്തു അമ്മ ഇവിടെ ഇല്ല, അവരെ ഉള്ളൊരു കൈസഹായത്തിന് പറഞ്ഞു വിടല്ലേ. എന്ത് കൈസഹായം ഇടി, അവര് നിന്നെ നോക്കും, നിന്റെ കൊച്ചിനെ നോക്കും, വേറെ ആരും അവർ നോക്കത്തൊന്നുമില്ല. പക്ഷേ ചിറ്റപ്പനടുത്ത് മാത്രമല്ല എന്റെ അടുത്തും അങ്ങനെ തന്നെ. അങ്ങോട്ട് പോരുത് ഇങ്ങോട്ട് പോരുത്, അത് എടുക്കരുത് ഇത് എടുക്കരുത്. എന്തായാലും ഭാഗ്യം ഇപ്പൊ ഇവിടെ ഇല്ല. എവിടെ പോയി? അവിടെ ഏതാ ഒരു തെങ്ങിന്റെ മണ്ടയിൽ എന്താണ് കാക്കക്കൂട് അങ്ങനെ എന്തിനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോയി. കാക്കക്കൂട് എന്തുവാ? കാക്കക്കൂട് കൊച്ചിന് ദോഷമാണെന്ന്. എന്റെ പഴയ സ്വഭാവം ഭയങ്കര ഞാൻ വല്ലതും വിളിച്ച് പറഞ്ഞതിനുള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇപ്പോഴത്തെ സ്വഭാവം അങ്ങനെ എന്താ നീ അങ്ങനെ സംസാരം? നിന്റെ കാര്യമല്ലേ നോക്കാൻ വേണം, അല്ല ഇന്ത്യ ഒരു കാര്യം മൊത്തം തിന്നുന്ന അതിനല്ലേ ചെയ്യാൻ പോണ, അല്ലാതെ എനിക്ക് വേറെ ഓപ്ഷൻ ഉണ്ടോ? ദൈവത്തെ ഓർത്ത് ഓടിച്ചു വിടരുത്. കുറച്ച് ചമ്മന്തി തന്നെടാ. നിങ്ങൾ ഇങ്ങനെ വെക്കാതെ എനിക്ക് ഒരുമാതിരി ഇരിക്കുന്നു. സന്തോഷത്തിൽ നിക്ക് നിങ്ങള്. ആ അങ്ങോട്ട് കേറി ഇറക്ക. എന്തോന്ന് പറ്റി പിടിച്ചിരിക്കുന്നേ? അതെ ചേച്ചി, കാക്കക്കൂടല്ലേ, അത് അവിടെ ഇരുന്നോട്ട്. ഇവിടെ കാക്കക്കൂട് ഇരുന്ന അമ്മയ്ക്കും കുഞ്ഞിനും ദോഷമാണെന്ന്. അതെ, ഞാൻ സുമേഷിന്റെ കൂട്ടുകാരനാണ്, അല്ലാതെ ഇവിടത്തെ പണിക്കാരനൊന്നും അല്ല. എടാ സ്വന്തം കൂട്ടുകാരന് ഒരു ആപത്ത് വരുമ്പോ ഇങ്ങനെയാന്ന് പെരുമാറുന്നത്. നീ എന്തൊരു കൂട്ടുകാരനാടാ. അങ്ങോട്ട് കേറ്. എനിക്ക് മരം കയറാൻ അറിഞ്ഞൂടാ. മരം കയറാൻ അറിഞ്ഞൂടാ. എടാ അങ്ങോട്ട് കേറ്. എല്ലാരും ഇത് അറിഞ്ഞിട്ടൊന്നും അല്ല ചെയ്യുന്നത്. അങ്ങനെ ചേച്ചി കയറി കാണിച്ചോ? എന്റെ സ്വഭാവം അറിഞ്ഞട്ടോ. ആ അങ്ങോട്ട് കേറി ഇറക്കാം. ചേച്ചി ഈ കാക്കക്കൂട് എടുത്തു കഴിഞ്ഞാലേ ദോഷം കിട്ടും. ആ ദോഷം കിട്ടും. അത് വീട്ടുകാർക്കല്ലല്ലോ, നിനക്കല്ലേ ദോഷം കിട്ടുന്നത്. നീ അങ്ങോട്ട് എടുക്ക്. അപ്പഴേ എനിക്കുള്ള പണിയായിരുന്നല്ലേ. ആന്നു, നീ അങ്ങോട്ട് എടുത്തേ. കേറി ഇറക്കാം. അങ്ങോട്ട് കേറ്. അത് തന്നെ അങ്ങോട്ട് കേറ്. കേറങ്ങോട്ട്. അങ്ങനെ അങ്ങോട്ട് കേറ്. ഇത് കാലങ്ങോട്ട് എടുത്ത് വൈ. തേങ്ങ ആവശ്യത്തിനകത്തുണ്ടല്ലോ. ആ തേങ്ങയ്ക്കൊന്നും അല്ലെന്നേ, അതിന്റെ മുകളിൽ ഒരു കാക്കക്കൂടുണ്ട്. അത് അമ്മയ്ക്കും കുഞ്ഞിനും ദോഷം, അത് പറപ്പിക്കുക. അയ്യോ, അത് കാക്കക്കൂട് അത് ഇത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും അതവിടെ ഉണ്ടാക്കി വെച്ചേക്കണേ. പിന്നെ കാക്ക ലോൺ എടുത്തല്ലേ കൂടുണ്ടാക്കി വെച്ചേക്കുന്നേ. നീ അങ്ങോട്ട് പറക്കി ഇറക്കാം. ചേച്ചി, ഈ വീട്ടിലെ പരിസരത്തും പറമ്പിലും ഒക്കെ ഉള്ള ഒരു ജീവജാലങ്ങൾക്കും ഒരു ദോഷം പറഞ്ഞ കാര്യം ഞാൻ ചെയ്യൂല. അപ്പൊ എന്ത് ചെയ്യണോന്നാ പറയുന്നേ? അമ്മയ്ക്കും കുഞ്ഞിനും ദോഷം വരട്ടെന്നോ? അതവിടെ ഇരുന്ന് പറഞ്ഞോണ്ട് ആർക്കും ഒരു ദോഷം വരില്ല, അതവിടെ ഇരിക്കട്ടെ. ചേട്ടാ ഞാൻ പോട്ടെ, ചെറിയ മീറ്റിംഗ് ഉണ്ടായിരുന്നു. തെങ്ങിന്റെ മേലാണ്ടാ മീറ്റിംഗ്? അല്ലേട്ടാ, അമ്പലത്തിലെ കുടുംബക്ഷേത്രത്തിൽ. പിന്നെ അങ്ങോട്ട് പോ. നീ നേരത്തെ അങ്ങോട്ട് പോയതല്ലേ, പിന്നെ എന്തിനും ഇങ്ങോട്ട് വന്നത്? ഞാൻ ചെരുപ്പെടുക്കാൻ വന്നത്, അപ്പോഴത്തേക്ക് എന്നെ തെങ്ങി കയറാൻ പറയണു. അപ്പൊ എന്താ വേണമെന്നാ പറയുന്നേ? ചേച്ചി ഒന്നും ചെയ്യണ്ട, അവിടെ തന്നെ ഇരിക്കും. ചേച്ചി പോ. അത് ശരി. അപ്പൊ പശ്മള ചേച്ചി പറഞ്ഞ ചുമ്മാതല്ല, ഇവിടെ ഉള്ളവർക്കൊക്കെ ഒരു വാല് കൂടുതലാന്ന്. എല്ലാം ഒരു വക പറഞ്ഞാലും കേൾക്കത്തില്ല. എന്ത് കാര്യം എന്തായാലും കണക്കായേട്ടാ. കാക്ക കൂട് കളിക്കാൻ വേണ്ടിയാണ്. പോടാ അങ്ങോട്ട് അങ്ങനെ. ഫ്ലവേഴ്സ് 9ാം വാർഷിക നിറവിൽ